ജ്യോതിഷശാസ്ത്രമനുസരിച്ച് 27 നക്ഷത്രങ്ങളിൽ മൂന്നാമത്തെ നക്ഷത്രമാണ് കാർത്തിക. അഗ്നിദേവൻ അധിപനായ ഈ നക്ഷത്രം ആത്മവിശ്വാസത്തിന്റെയും തേജസ്സിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു. 1. അടിസ്ഥാന വിവരങ്ങൾ. ജനറൽ ഡീറ്റെയിൽസ്. രാശി. കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗം 1-ാം പാദം മേടം രാശിയിലും അവസാനത്തെ മുക്കാൽ ഭാഗം 2, 3, 4 പാദങ്ങൾ ഇടവം രാശിയിലുമാണ് വരുന്നത്. നക്ഷത്രാധിപൻ സൂര്യൻ. ദേവത അഗ്നി. ഗണം അസുരഗണം. യോനി സ്ത്രീയോനി ആട്. മൃഗം പെണ്ണാട്. പക്ഷി പുള്ളു. വൃക്ഷം അത്തി. 2. സ്വഭാവവും വ്യക്തിത്വവും. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ തേജസ്സുള്ളവരും സത്യസന്ധരുമായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരാണെങ്കിലും അത് അധികനേരം നിലനിൽക്കില്ല. ലക്ഷ്യബോധമുള്ളവരും ഏതു കാര്യത്തിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഇവർ. 3. വിദ്യാഭ്യാസം. ജോലി. വിദ്യാഭ്യാസം. ഇവർക്ക് ഗ്രഹണശക്തി കൂടുതലായിരിക്കും. സാങ്കേതികവിദ്യ, വൈദ്യശാസ്ത്രം, ഭരണനിർവഹണം എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കാറുണ്ട്. ജോലി. സൂര്യൻ നക്ഷത്രാധിപനായതിനാൽ സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. സൈന്യം, പോലീസ്, അഗ്നിശമനസേന, പാചകം, ബിസിനസ്, ആയുധനിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ ഇവർ വിജയിക്കും. 4. കുടുംബം. വിവാഹം. കാർത്തിക നക്ഷത്രക്കാർ കുടുംബത്തോട് സ്നേഹമുള്ളവരാണെങ്കിലും ഇടയ്ക്ക് സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സ്ത്രീകൾക്ക് നല്ല കുടുംബജീവിതം ലഭിക്കുമെങ്കിലും ചെറിയ കലഹങ്ങൾ ഉണ്ടായേക്കാം. മേടക്കൂറിലുള്ളവർക്ക് കാർത്തിക 1/4. ചെറിയ തോതിൽ ദാമ്പത്യക്ലേശങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ പൊരുത്തം നോക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. 5. ദശകളും ദോഷങ്ങളും. ജന്മദശ. കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ആദ്യത്തെ ദശ സൂര്യദശയാണ്. 6 വർഷമാണ് സൂര്യദശയുടെ കാലയളവ്. തുടർന്ന് ചന്ദ്രദശയും ചൊവ്വാദശയും വരുന്നു. ദോഷങ്ങൾ. സൂര്യദശ മോശമായ സമയമാണെങ്കിൽ നേത്രരോഗങ്ങൾ, ഉദരസംബന്ധമായ അസുഖങ്ങൾ, അനാവശ്യ ദേഷ്യം എന്നിവ ഉണ്ടായേക്കാം. ശനിദശ കാലഘട്ടത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. 6. പരിഹാരങ്ങൾ. റെമഡീസ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ദോഷശമനത്തിനായി താഴെപ്പറയുന്നവ ചെയ്യാവുന്നതാണ്. 1. സൂര്യനെ ആരാധിക്കുക. ഞായറാഴ്ച തോറും ആദിത്യഹൃദയം ജപിക്കുന്നതും സൂര്യനെ തൊഴുന്നതും ഉത്തമമാണ്. 2. സുബ്രഹ്മണ്യസ്വാമി ഭജനം. കാർത്തിക നക്ഷത്രത്തിന്റെ പ്രധാന ദേവനായി സുബ്രഹ്മണ്യനെ കണക്കാക്കുന്നു. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. 3. മന്ത്രം. ഓം അഗ്നയേ നമഃ എന്ന മന്ത്രം നിത്യവും 108 തവണ ജപിക്കുക. 4. ദാനം. ഞായറാഴ്ചകളിൽ ഗോതമ്പ് ദാനം ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കും. 7. പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ. വിവാഹകാര്യങ്ങൾക്കായി രോഹിണി, മകയിരം, പുണർദം, അത്തം, ചോതി എന്നീ നക്ഷത്രങ്ങൾ പൊതുവെ അനുകൂലമായി വരാറുണ്ട്. എങ്കിലും ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹനില കൂടി നോക്കി മാത്രമേ അന്തിമ തീരുമാനം എടുക്കാവൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കൃത്യമായ ജന്മസമയം അറിയാമെങ്കിൽ അതുപയോഗിച്ച് കൂടുതൽ വ്യക്തമായ ജാതക വിശകലനം നടത്താൻ എനിക്ക് സാധിക്കും. നിങ്ങളുടെ ജനനത്തീയതിയും സമയവും നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടോ?